12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കാണുന്ന മറ്റു കൂട്ടുകാർക്കും ബയോളജി മൈ പാഷൻ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററാണ്. ഇന്ന് നമുക്ക് ടെസ്റ്റ് ക്രോസിനെ കുറിച്ച് പഠിക്കാം. നമുക്ക് ടെസ്റ്റ് ക്രോസ് എന്താണെന്ന് നോക്കാം. ക്രോസ് ബിറ്റ്വീൻ ആൻ ഇൻഡിവിജ്വൽ വിത്ത് dominant trait and a recessive organism in order to know whether dominant trait is homozygous or heterozygous. പേടിക്കേണ്ട, നമുക്ക് നോക്കാം എന്താണെന്ന് അല്ലേ. ഇറ്റ് ഈസ് എ ക്രോസ് ബിറ്റ്വീൻ ആൻ ഇൻഡിവിജ്വൽ വിത്ത് എ ഡോമിനൻറ്റ് ട്രേറ്റ്. നമുക്ക് പീ പ്ലാന്റിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കാം. ഫ്ലവർ കളർ എടുത്തേ, വൈറ്റ് ഫ്ലവർ കളർ ആൻഡ് വയലറ്റ് ഫ്ലവർ കളർ. വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ എന്ന് പറയാം. വൈറ്റ് എന്താണ്? റിസസീവ് ട്രേറ്റ് ആണ് അല്ലേ. വയലറ്റ് ഈസ് ദ ഡോമിനൻറ്റ് ട്രേറ്റ്. ഇനി ഇപ്പോൾ ഞാൻ നിങ്ങളൊരു വൈറ്റ് ഫ്ലവർ കാണിക്കാതിരിക്കട്ടെ. എന്താണ് എൻ്റെ ജീനോ ടൈപ്പ്? വൈറ്റിൻ്റെ ജീനോ ടൈപ്പ് എന്താണ്? W എടുക്കാൻ പറ്റുമോ? ഇല്ല. സോ സ്മോൾ വി യു സെഡ് ഇറ്റ് കറക്റ്റ്. സ്മോൾ വി ആണ് വൈറ്റിൻ്റെ ജീനോ ടൈപ്പ്. ഇനി ഇതാ ഇവിടെ ഒരു വയലറ്റ് ഫ്ലവർ ഉണ്ട്. ഇതൊരു പീ പ്ലാന്റ് ഫ്ലവർ ആണെന്ന് വിചാരിക്കുക. ഇതൊരു ഡോമിനൻറ്റ് ട്രേറ്റ് അല്ലേ. ഇതിൻ്റെ ജീനോ ടൈപ്പ് എന്താണ്? ഇറ്റ് ഈസ് ക്യാപിറ്റൽ വി. കറക്റ്റാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ക്യാപിറ്റൽ വി മാത്രമേ ഉള്ളൂ. ഇതിന് ഒരു ജീനോ ടൈപ്പും കൂടെ പോസിബിൾ ആണോ? ഇറ്റ് ക്യാൻ ബി ക്യാപിറ്റൽ വി, സ്മോൾ വി ഓൾസോ. അപ്പോൾ റിസസീവ് ട്രേറ്റിന് ഒരൊറ്റ ജീനോ ടൈപ്പേ ഉള്ളൂ, സ്മോൾ വി. ബട്ട് ദ ഡോമിനൻറ്റ് ട്രേറ്റ് ക്യാൻ ബി ഹോമോസൈഗസ് ഓർ ഹെറ്ററോസൈഗസ്. Because we know at least one capital V is there, that is enough for making the trait dominant, right? So അപ്പോൾ നമുക്കറിയാം വൈറ്റ് ഫ്ലവർ ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് ഒരു സംശയമില്ലാതെ പറയാം ഇറ്റ് ഈസ് സ്മോൾ വി. അതേസമയം ഞാൻ ഒരു വയലറ്റ് ഫ്ലവർ നിങ്ങളെ കാണിച്ചാൽ കുറച്ച് പേര് എന്നോട് പറയും മാം ഇത് ക്യാപിറ്റൽ വി ആണെന്ന്, കുറച്ച് പേര് പറയും ടീച്ചറെ ഇത് ക്യാപിറ്റൽ വി സ്മോൾ വി ആണെന്ന് അല്ലേ. അപ്പോൾ ഒരു കൺഫ്യൂഷനായി. അതാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിസസീവ് ട്രേറ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്കറിയാം. പക്ഷേ ഡോമിനൻറ്റ് തരുമ്പോൾ ഇത് ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ക്രോസ് ആണ് ടെസ്റ്റ് ക്രോസ്. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. സോ ടെസ്റ്റ് ക്രോസ്. നമുക്കിത് എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും? തന്നിരിക്കുന്ന ആ ഫ്ലവറിനെ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ക്യാരക്ടർ ഏതാണോ അതിനെ നമ്മൾ റിസസീവ് ആയിട്ടുള്ള ക്യാരക്ടർ കൊണ്ട് ക്രോസ് ചെയ്യണം. കിട്ടുന്ന റിസൾട്ടിൽ നിന്ന് നമുക്ക് അനുമാനിക്കാം ഈ തന്നിരിക്കുന്നത് ഡോമിനൻറ്റ് ഹോമോസൈഗസ് ആണോ അതോ ഡോമിനൻറ്റ് ഡ്യൂ ടു ഹെട്രോസൈഗസ് കണ്ടീഷൻ ആണോ എന്ന്. അതെങ്ങനെയാണെന്ന് നോക്കണ്ടേ? നമുക്കത് നോക്കാം. ഇനി നമുക്ക് ടെസ്റ്റ് ക്രോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ വയലറ്റ് ഫ്ലവർ ഉണ്ട്. നമ്മൾ രണ്ട് കേസ് അസ്യൂം ചെയ്യുകയാണ്. ആദ്യം നമ്മൾ വയലറ്റിനെ ഹോമോസൈഗസ് എന്ന് കൺസിഡർ ചെയ്താൽ ക്യാപിറ്റൽ വി, വൈറ്റ് ആണെങ്കിൽ സ്മോൾ വി. ഇവിടെ ക്യാപിറ്റൽ വി വരും, ഇവിടെ സ്മോൾ വി അല്ലിൽ വിൽ കം. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ആകുമ്പോൾ ക്യാപിറ്റൽ വി ആൻഡ് സ്മോൾ വി ഹെട്രോസൈഗസ് കണ്ടീഷൻ. പക്ഷേ ഫീനോടൈപ്പ് എന്താണ്? എല്ലാം വയലറ്റ് ആയിരിക്കും. സോ 100% ഓസ്പ്രിങ്സും ഡോമിനൻറ്റ് ഫീനോടൈപ്പാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ എടുത്ത ഡോമിനൻറ്റ് പേരൻ്റ് എന്താണ്? ഹോമോസൈഗസ്. ഓക്കെ. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നത്? ഈ എടുത്ത പേരൻ്റ് ഹെട്രോസൈഗസ് ആയിരുന്നെങ്കിൽ. ഓക്കെ, അങ്ങനെ അസ്യൂം ചെയ്താൽ ആ ക്രോസിൽ എന്ത് കിട്ടും? ഓസ്പ്രിങ്സ് എങ്ങനെയാണ് വരുന്നത്? 50% ഓഫ് ദ ഓസ്പ്രിങ്സ് ഷോ വയലറ്റ് കളർ, ദാറ്റ് ഈസ് ഡോമിനൻറ്റ്. പിന്നെയുള്ള 50% വൈറ്റ് കളർ, അതെന്താണ്? റിസസീവ്. അപ്പോൾ ഡോമിനൻറ്റും റിസസീവും 50% അല്ലെങ്കിൽ 1:1 റേഷ്യോയിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതെന്തായിരിക്കും? എടുത്ത ആ ഡോമിനൻറ്റ് പേരൻ്റ് ഹെട്രോസൈഗസ് ആണ്. ഇങ്ങനെയാണ് നമ്മളിത് ടെസ്റ്റ് ക്രോസ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ യൂസ് ഓഫ് ടെസ്റ്റ് ക്രോസ്. അതും ചോദിക്കാം. സിഗ്നിഫിക്കൻസ് ഓഫ് ടെസ്റ്റ് ക്രോസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു ഡോമിനൻറ്റ് ഫീനോടൈപ്പ് കാണിക്കുന്ന ഓർഗാനിസത്തിൻ്റെ ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ അല്ലേ. സോ ദ യൂസ് ഓഫ് ടെസ്റ്റ് ക്രോസ് ഈസ് ടു ഡിറ്റർമിൻ ദ ജീനോടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം എക്സിബിറ്റിംഗ് ഡോമിനൻറ്റ് ഫീനോടൈപ്പ്. ആൻഡ് ഇറ്റ് വാസ് ഡിവൈസ്ഡ് ബൈ ഗ്രിഗർ ജോൺ മെൻഡൽ. മെൻഡൽ തന്നെയാണ് ഈ ടെസ്റ്റ് ക്രോസ് കണ്ടുപിടിച്ചത്. സോ ടെസ്റ്റ് ക്രോസ് രണ്ട് തരത്തിലാവാം. നമ്മളിപ്പോൾ കണ്ടതിൽ മോണോ ഹൈബ്രിഡ് ആയിരുന്നു അല്ലേ. നമ്മൾ ഒരു ക്യാരക്ടറെ കൺസിഡർ ചെയ്തുള്ളൂ, ഒരു ഫ്ലവറിൻ്റെ കളർ. അതിൻ്റെ റേഷ്യോ നമുക്ക് എന്ത് കിട്ടി? 1:1. സോ 1:1 റേഷ്യോ വന്നാൽ അതെന്തായിരിക്കും? എപ്പോഴും ഓർത്തോളുക, 1:1 റേഷ്യോ വന്നാൽ അതൊരു ടെസ്റ്റ് ക്രോസ് ആണ്, മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ്. ചിലപ്പോൾ റേഷ്യോ വെച്ചിട്ട് മാത്രമേ അവർ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ പേരൻറ്റിൻ്റെ ജീനോടൈപ്പ് എന്തെടുക്കണം? ഒരെണ്ണം ഹെട്രോസൈഗസ് ഡോമിനൻറ്റ്, അതർ വൺ റിസസീവ് ആയിരിക്കും അല്ലേ. ഇനി ഡൈഹൈബ്രിഡ് കേസ് ഒന്ന് നോക്കിയാലോ. ഇപ്പോൾ നമ്മൾ യെല്ലോ റൗണ്ട് എടുത്തു, യെല്ലോ റൗണ്ട് ആൻഡ് ഗ്രീൻ റിങ്കിൾഡ്. യെല്ലോയും ഗ്രീനും എന്ന് പറയുന്നത് സീഡിൻ്റെ കളറാണ്. യെല്ലോ ഡോമിനൻറ്റും ഗ്രീൻ റിസസീവും.
ഇനി റൗണ്ടും റിങ്കിൾഡും എന്താണ്? സീഡിന്റെ ഷേപ്പ്. റൗണ്ട് ഡോമിനന്റ്, റിങ്കിൾഡ് റിസസീവ്. അപ്പോൾ ആദ്യത്തെ കേസ് ഞാനിപ്പോൾ ഹെട്രോസൈഗസ് ആണെന്ന് എടുത്താൽ അതിന്റെ ജീനോടൈപ്പ് എങ്ങനെയായിരിക്കും? യെല്ലോയ്ക്ക് ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ഹെട്രോസൈഗസ്, റൗണ്ടിന്റെ കേസിലും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, രണ്ടും ഹെട്രോസൈഗസ്. ഇവിടെ റിസസീവ് ആയതുകൊണ്ട് ഒരൊറ്റ ജീനോടൈപ്പേ ഉള്ളൂ, ഹോമോസൈഗസ് റിസസീവ്. ഇവിടെ 4 ടൈപ്പ് ഗ്യാമീറ്റ്സ് ഉണ്ടാവാം അല്ലേ? ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ സ്മോൾ ആർ, സ്മോൾ വൈ ക്യാപിറ്റൽ ആർ, സ്മോൾ വൈ സ്മോൾ ആർ. ഇവിടെ ഒരൊറ്റ ടൈപ്പ് സ്മോൾ വൈ സ്മോൾ ആർ. ഇനി നമ്മൾ അതിനെ ക്രോസ് ചെയ്യുമ്പോൾ 4 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആറും സ്മോൾ വൈ സ്മോൾ ആറും കൂടി ചേർന്നിട്ട് ഇവിടെ കിട്ടി. ക്യാപിറ്റൽ വൈ സ്മോൾ ആറും സ്മോൾ വൈ സ്മോൾ ആറും ചേർന്നാൽ നമുക്കിത് കിട്ടും. ഇനി സ്മോൾ വൈ ക്യാപിറ്റൽ ആറും സ്മോൾ വൈ സ്മോൾ ആറും ചേർന്ന് നമുക്കിത് കിട്ടി. സ്മോൾ വൈ സ്മോൾ ആറും സ്മോൾ വൈ സ്മോൾ ആറും ചേർന്ന് ഇത് കിട്ടി. അപ്പോൾ ഫീനോടൈപ്പ് നോക്കിയേ, യെല്ലോ റൗണ്ട്, യെല്ലോ റിങ്കിൾ, ഗ്രീൻ റൗണ്ട്, ഗ്രീൻ റിങ്കിൾ. 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഫീനോടൈപ്സ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ആ റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാം? 1:1:1:1. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ക്രോസ് ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്താണ്? 1:1:1:1. മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ 1:1. ഇത് രണ്ടും വെച്ചിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കിട്ടും. ഇനി നമുക്ക് മറ്റൊരു കോൺസെപ്റ്റ് നോക്കാം, ബാക്ക് ക്രോസ്. പേടിക്കേണ്ട, നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലൊന്നും അത് കിട്ടില്ല. NCERT ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ടെസ്റ്റ് ക്രോസ് പഠിക്കുമ്പോൾ ബാക്ക് ക്രോസ് അറിഞ്ഞിരിക്കണം, നല്ലതാണ്, എളുപ്പം, ഒന്നുമില്ല. അതായത് ജനറ്റിക് ക്രോസ് ബിറ്റ്വീൻ ഹൈബ്രിഡ് ഓർഗാനിസം ആൻഡ് വൺ ഓഫ് ദി ഒറിജിനൽ പേരന്റൽ ടൈപ്പ്. അത് നോക്കാം. ഇപ്പോൾ നമ്മൾ വയലറ്റ് ഇൻറ്റു വൈറ്റ് എന്നുള്ള ക്രോസ് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തു അല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വയലറ്റ് എന്നുള്ള F1 ഓസ്പ്രിങ് കിട്ടി. ഇതിനെ നമ്മൾ എന്ത് പറയും? ഹൈബ്രിഡ്. ബിക്കോസ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 പേരന്റ് അല്ലേ, അതുകൊണ്ട് നമ്മൾ അതിനെ ഹൈബ്രിഡ് എന്ന് പറയും. ഈ ഹൈബ്രിഡിനെ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു പാരന്റുമായിട്ട് ക്രോസ് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് ബാക്ക് ക്രോസ്. നമ്മൾ ബാക്കിലോട്ട് ക്രോസ് ചെയ്യുന്നു അല്ലെ, മുമ്പോട്ട് പോകുന്നതിന് വരെ ബാക്കിലോട്ട് പോകുന്നു. ഈ കിട്ടിയ ഹൈബ്രിഡിനെ വൺ ഓഫ് ദ പേരൻസ് അല്ലേ. 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ വയലറ്റ് അതായത് ഡോമിനന്റ് പേരന്റുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? എല്ലാ ഓസ്പ്രിങ്സും എന്തായിരിക്കും? ഡോമിനന്റ് ഫീനോടൈപ്പ് കാണിക്കും അല്ലേ. അതേസമയം ഞാനിപ്പോൾ ഇതിനെ വൈറ്റുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? 1:1 എന്നുള്ള റേഷ്യോ കിട്ടും. ഇതിനെ നമ്മൾ എന്ത് പറയും? ഇതാണ് നമ്മൾ പഠിച്ച ടെസ്റ്റ് ക്രോസ് അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ബാക്ക് ക്രോസ്. F1 ജനറേഷനെ നമ്മൾ ഏതെങ്കിലും ഒരു പാരന്റുമായിട്ട് ക്രോസ് ബാക്ക് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് ബാക്ക് ക്രോസ്. അതിൽ F1നെ റിസസീവ് പാരന്റുമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ടെസ്റ്റ് ക്രോസ്. സോ ടെസ്റ്റ് ക്രോസ് ഈസ് എ കൈൻഡ് ഓഫ് ബാക്ക് ക്രോസ്. ഓക്കെ. ഇനി ഇതിൻ്റെ യൂസ് എന്താണ്? നമ്മുടെ പ്ലാന്റ് ബ്രീഡേഴ്സും ആനിമൽ ബ്രീഡേഴ്സൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട ട്രേറ്റ് നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കണമെങ്കിൽ എന്ത് കിട്ടണം? ഹോമോസൈഗസ് ആക്കി എടുക്കണ്ടേ. സോ ടു പ്രൊഡ്യൂസ് ഹോമോസൈഗസ് ഡിസൈർഡ് ട്രേറ്റ്സ് ദേ യൂസ് ദിസ് ബാക്ക് ക്രോസ് മെത്തഡ്. അപ്പോൾ ടെസ്റ്റ് ക്രോസും ബാക്ക് ക്രോസും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബയോളജി മൈ പാഷൻ.